ഒരു നിമിഷം പതുക്കെ സംസാരിക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങൾ മങ്ങട്ടെ. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന, എന്നാൽ ഒരിക്കലും പൂർണ്ണമായി പേരിടാത്ത ഒരു വികാരമുണ്ട്. ആത്മാർത്ഥമായി തോന്നുന്ന, മിക്കവാറും അപ്രതീക്ഷിതമായ ഒരുതരം ശ്രദ്ധ. നിങ്ങൾ സാധാരണക്കാരനല്ലാത്തതുപോലെ ഒരാൾ നിങ്ങളെ നോക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ഉള്ളിലെ അസ്വസ്ഥമായ എന്തോ ഒന്ന് ശാന്തമാക്കുന്നതുപോലെ. അത് യഥാർത്ഥമാണോ അതോ വെറും ഭാവനയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിന് ഇതിനകം തന്നെ ഉത്തരമറിയാം. ചിലപ്പോൾ സ്നേഹം ശബ്ദത്തോടെ എത്തുന്നില്ല. അത് നിശബ്ദമായി നിങ്ങളുടെ അരികിലിരുന്ന്, എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിനു മുമ്പ് പരിചിതമായി തോന്നുന്നു. അവർ നിങ്ങളെ നോക്കുന്ന രീതിയിൽ ഒരു ആർദ്രതയുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ ദുർബലമായ എന്തോ ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതുപോലെ. നിങ്ങൾ ഈ വികാരത്തെ പിന്തുടരേണ്ടതില്ല. അത് ഇതിനകം തന്നെ നിങ്ങളെ സൗമ്യമായും ബലപ്രയോഗമില്ലാതെയും കണ്ടെത്തി. ഈ കഥ ഒരേ സമയം ഊഷ്മളവും അസ്വസ്ഥതയുമുള്ളതായി തോന്നുന്നുവെങ്കിൽ അത് കാരണം ആരുടെയെങ്കിലും ഹൃദയം നിങ്ങളുടെ ഹൃദയം വളരെ ശ്രദ്ധാപൂർവം പിടിക്കുന്നു എന്നതാണ്. ചിലപ്പോൾ സ്നേഹം ഉച്ചത്തിൽ വരുന്നില്ല. അത് സ്വയം പ്രഖ്യാപിക്കുകയോ അനുമതി ആവശ്യപ്പെടുകയോ ചെയ്യുന്നില്ല. അത് നിശബ്ദമായി ആരാധനയിൽ, ബഹുമാനത്തിൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ആ സ്നേഹം പ്രായം കുറഞ്ഞ ഒരാളിൽ നിന്ന് വരുമ്പോൾ അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നാം. നിങ്ങളതിനെ ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ വിശകലനം ചെയ്യുന്നു. അത് ഗൗരവമുള്ള കാര്യമല്ലെന്ന് നിങ്ങൾ സ്വയം പറയുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാത്തതിതാണ്. പ്രായമായ ആത്മാക്കൾ വഹിക്കുന്ന എന്തോ ഒന്ന് യുവഹൃദയങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നു. അവർ നിങ്ങളുടെ പ്രായത്തെ സ്നേഹിക്കുന്നില്ല. അവർ നിങ്ങളുടെ സാന്നിധ്യത്തെ, കുഴപ്പത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന ശാന്തതയെ, നിങ്ങളുടെ വാക്കുകൾ സൃഷ്ടിക്കുന്ന സുരക്ഷയെ സ്നേഹിക്കുന്നു. ഇത്തരത്തിലുള്ള സ്നേഹം ജിജ്ഞാസയെയോ മത്സരത്തെയോ കുറിച്ചല്ല. നിങ്ങളിൽ അടിസ്ഥാനപരവും അപൂർവവും ആഴത്തിൽ ഉറപ്പു നൽകുന്നതുമായ എന്തോ കാണുന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ആഴമില്ലാത്ത കാരണങ്ങളാലല്ല, മറിച്ച് സമയത്തേക്കാൾ ആഴത്തിലുള്ള സത്യങ്ങളാൽ. പ്രായം കുറഞ്ഞ ഒരാൾ നിങ്ങളെ ഭ്രാന്തമായി സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. 1. നിങ്ങൾ അവരെ വൈകാരികമായി സുരക്ഷിതരാക്കുന്നു. അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ആവേശം മാത്രമല്ല, അത് സമാധാനമാണ്. വികാരങ്ങൾ തിടുക്കത്തിൽ മനസ്സിലാക്കപ്പെടുന്നതോ തെറ്റിദ്ധരിക്കപ്പെടുന്നതോ അവഗണിക്കപ്പെടുന്നതോ ആയ ഒരു ലോകത്ത് നിങ്ങൾ വ്യത്യസ്തമായ എന്തെങ്കിലും വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ വികാരങ്ങളെ തള്ളിക്കളയുന്നില്ല. നിങ്ങൾ ദുർബലതയെ പരിഹസിക്കുന്നില്ല. സംഭാഷണങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ നിങ്ങൾ ഓടുന്നില്ല. പ്രായം കുറഞ്ഞ ഒരാൾക്ക് ആ വൈകാരിക സുരക്ഷ ശക്തമായി തോന്നുന്നു. അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പ്രകടനം നടത്താനോ മതിപ്പുളവാക്കാനോ അവർക്കാവശ്യമില്ല. അവർക്ക് അനിശ്ചിതത്വമുണ്ടാകാം. അവർക്ക് സത്യസന്ധരായിരിക്കാം. അവർക്ക് നിശബ്ദരായിരിക്കാം. ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടതായി തോന്നുന്നു. നിങ്ങൾ തടസ്സപ്പെടുത്താതെ ശ്രദ്ധിക്കുന്നു. വിധിയില്ലാതെ നിങ്ങൾ പ്രതികരിക്കുന്നു. വികാരങ്ങൾക്ക് പരിഹരിക്കേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഇടം ആവശ്യമാണ്. ഏത് പ്രായത്തിലും അത്തരം സാന്നിധ്യം അപൂർവമാണ്. ഒരു പ്രായം കുറഞ്ഞ വ്യക്തി അത് അനുഭവിക്കുമ്പോൾ അത് ആശ്വാസമായി തോന്നുന്നു. വളരെ നേരം ശ്വാസം പിടിച്ച് ഒടുവിൽ ശ്വാസം വിടുന്നതുപോലെ. അവർക്ക് നിങ്ങളോട് ആകർഷണം തോന്നുക മാത്രമല്ല, അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഒരാൾക്ക് നിങ്ങളോട് വൈകാരികമായി സുരക്ഷിതത്വം തോന്നിയാൽ സ്നേഹം പതുക്കെ വളരില്ല, അത് ആഴത്തിൽ സ്ഥിരതാമസമാക്കുന്നു. അതുകൊണ്ടാണ് അവരുടെ വികാരങ്ങൾ തീവ്രമായി തോന്നുന്നത്. അതുകൊണ്ടാണ് അവരുടെ അടുപ്പം ആത്മാർത്ഥമായി തോന്നുന്നത്. കാരണം യഥാർത്ഥ സ്നേഹം ആരംഭിക്കുന്ന അടിത്തറ സുരക്ഷിതത്വമാണ്. 2. നിങ്ങളുടെ വൈകാരികാഴം അവർക്കൊരു വീട് പോലെ തോന്നുന്നു. രസകരമാകുന്നതിനും ആശ്വാസം നൽകുന്നതിനുമിടയിൽ വ്യത്യാസമുണ്ട്. അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ആവേശമല്ല, അത് വീട്ടിലെ അനുഭവമാണ്. നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലും നിങ്ങൾ നിർത്തുന്ന രീതിയിലും നീണ്ട വിശദീകരണങ്ങൾ ആവശ്യമില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലും നിങ്ങൾ വൈകാരികാഴം വഹിക്കുന്നു. നിങ്ങൾ വേദനയെ തിരക്കുകൂട്ടുന്നില്ല. നിങ്ങൾ വേദനയെ തള്ളിക്കളയുന്നില്ല. സ്നേഹം നിരന്തരമായ ആവേശത്തെക്കുറിച്ചല്ലെന്നറിയാൻ നിങ്ങൾ ജീവിച്ചു. അത് സാന്നിധ്യത്തെക്കുറിച്ചാണ്. പ്രായം കുറഞ്ഞ ഒരാൾക്ക് ആ ആഴം അടിസ്ഥാനപരമായി തോന്നുന്നു. അവർ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവരുള്ളിൽ മന്ദഗതിയിലാണെന്ന് തോന്നുന്നു. അവരുടെ ചിന്തകൾ ശാന്തമാകുന്നു. അവരുടെ ഹൃദയം ശാന്തമായി തോന്നുന്നു. നിങ്ങൾ തീവ്രതയാൽ അവരെ കീഴടക്കുന്നില്ല. നിങ്ങൾ അവർക്കായി സൗമ്യമായി ഇടം പിടിക്കുന്നു. പ്രതികരിക്കുന്നതിനു പകരം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് അവർ ശ്രദ്ധിക്കുന്നു. വികാരങ്ങൾ ഉയരുമ്പോൾ നിങ്ങൾ എങ്ങനെ ശാന്തമായി തുടരുന്നു. നിങ്ങളുടെ വാക്കുകൾ എങ്ങനെ മുറിവേൽപ്പിക്കുന്നില്ല, മറിച്ച് എങ്ങനെ ശമിപ്പിക്കുന്നു. പതുക്കെ ആസൂത്രണം ചെയ്യാതെ അവർ നിങ്ങളുമായി സമാധാനം ബന്ധപ്പെടുത്തുന്നു. നിങ്ങളുടെ ചിരി ഉച്ചത്തിൽ തോന്നുന്നില്ല, ഊഷ്മളമായി തോന്നുന്നു.
നിങ്ങളുടെ നിശബ്ദത സുരക്ഷിതമായി തോന്നുന്നു, വിചിത്രമല്ല. നിങ്ങളുടെ ശ്രദ്ധ ആത്മാർത്ഥമായി തോന്നുന്നു, ക്ഷണികമല്ല. അതുകൊണ്ടാണ് അവരുടെ സ്നേഹം ഇത്രയധികം ആത്മാർത്ഥമായി തോന്നുന്നത്. കാരണം അവർ ആവേശം പിന്തുടരുന്നില്ല. അവർക്കാവശ്യമാണെന്നവർ അറിയാത്ത സ്ഥിരതയാണ് അവർ തെരഞ്ഞെടുക്കുന്നത്. നീണ്ട ദിവസങ്ങൾക്ക് ശേഷം അവരുടെ ഹൃദയം വിശ്രമിക്കുന്ന സ്ഥലമായി നിങ്ങൾ മാറുന്നു. ജീവിതം ആശയക്കുഴപ്പമുണ്ടാക്കുമ്പോൾ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം. സ്നേഹം സൗമ്യവും ശക്തവുമാകുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്ന സാന്നിധ്യം. അത്തരത്തിലുള്ള സ്നേഹം എളുപ്പത്തിൽ മങ്ങുന്നില്ല. അത് നിശബ്ദമായും ആഴത്തിലും വളരുന്നു. 3. അവർക്ക് മുമ്പൊരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നതായി തോന്നുന്നു. അവർ പെട്ടെന്ന് പ്രണയത്തിലായില്ല. ആദ്യം തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിമിഷങ്ങളിലാണ് അത് പതുക്കെ സംഭവിച്ചത്. അവർ സംസാരിക്കുമ്പോൾ നിങ്ങൾ അവരെ നോക്കുന്ന രീതിയിലാണ് അതാരംഭിച്ചത്. പ്രതികരിക്കാൻ കാത്തിരിക്കുന്നതുപോലെയല്ല, മറിച്ച് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുന്നതുപോലെ. മറ്റുള്ളവർ അവഗണിച്ച കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. അവരുടെ മടി, ആവേശം, നർമ്മത്തിനോ നിശബ്ദതയ്ക്കോ പിന്നിൽ അവർ മറയ്ക്കാൻ ശ്രമിച്ച വികാരങ്ങൾ. വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും വികാരങ്ങൾ നഷ്ടപ്പെടുന്ന ആളുകളുടെ ഇടയിലാണ് അവർ പലപ്പോഴും ഉണ്ടായിരുന്നത് എന്നതിനാൽ അവർക്കത് അപൂർവമായി തോന്നി. അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ചെറുതാണെന്ന് തോന്നുന്നില്ല. അവർക്ക് തിടുക്കം തോന്നുന്നില്ല. വിലമതിക്കപ്പെടാൻ അവർ കൂടുതൽ ഉച്ചത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തരാകണമെന്ന് അവർക്ക് തോന്നുന്നില്ല. അവർ ഇപ്പോൾ ആരാണെന്ന് മാത്രമല്ല, അവർ ആരായി തീരുന്നുവെന്ന് നിങ്ങളവരെ കാണുന്നു. അതൊരിളയ ഹൃദയത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റുന്നു. സ്വയം വിശദീകരിക്കാതെ തന്നെ അവർ മനസ്സിലാക്കുന്നു. അവരുടെ മൂല്യം തെളിയിക്കാതെ തന്നെ അവർ വിലമതിക്കപ്പെടുന്നു. സൗകര്യത്തിനല്ല, മറിച്ച് അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നു. അതുകൊണ്ടാണ് അവരുടെ സ്നേഹം തീവ്രമായി തോന്നുന്നത്. കാരണം അവർ ആദ്യമായി അദൃശ്യനായി തോന്നുന്നില്ല. അവർ നിങ്ങളുമായി സംഭാഷണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. ചെറിയ വിശദാംശങ്ങൾ അവർ ഓർക്കുന്നു. നിങ്ങളുടെ സ്വരം, നിങ്ങളുടെ പുഞ്ചിരി, ശ്രമിക്കാതെ തന്നെ നിങ്ങൾ അവരെ ശാന്തരാക്കിയ രീതി. അവരുടെ സ്നേഹം ഫാന്റസിയിൽ നിന്നല്ല, മറിച്ച് തിരിച്ചറിയലിൽ നിന്നാണ്. ഒടുവിൽ കാണപ്പെടുന്നതിന്റെ ശാന്തമായ ആശ്വാസത്തിൽ നിന്നാണ്. അങ്ങനെ ഒരാളെ ഒരിക്കൽ കണ്ടതായി തോന്നിയാൽ അവരുടെ ഹൃദയം പകുതിയോളം സ്നേഹിക്കുന്നില്ല. അത് ആഴത്തിൽ സ്നേഹിക്കുന്നു. അത് സത്യസന്ധമായി സ്നേഹിക്കുന്നു. അത് ഭ്രാന്തമായി സ്നേഹിക്കുന്നു. കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം അവരെ നിങ്ങളെ കൂടുതൽ ആരാധിക്കുന്നു. അവരെ അടുപ്പിക്കുന്നത് ആവശ്യമല്ല, നിങ്ങൾ സ്വയം നിൽക്കുന്ന രീതിയാണ്. നിങ്ങൾ ശ്രദ്ധയെ പിന്തുടരുന്നില്ലെന്നും തിരഞ്ഞെടുക്കപ്പെടാൻ നിങ്ങൾ എങ്ങനെ യാചിക്കുന്നില്ലെന്നും നിങ്ങളുടെ സന്തോഷം ആരെയെങ്കിലും താമസിക്കുന്നതിനെയോ വിട്ടുപോകുന്നതിനെയോ ആശ്രയിക്കുന്നില്ലെന്നും അവർ കാണുന്നു. ഒരിളയ ഹൃദയത്തിന് അത്തരമൊരു സ്വാതന്ത്ര്യം ശക്തമായി തോന്നുന്നു. നിങ്ങൾ പറ്റിപ്പിടിക്കുന്നില്ല, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, നിങ്ങൾ സ്നേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. നിങ്ങളത് തിരഞ്ഞെടുക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലോകം, നിങ്ങളുടെ ദിനചര്യകൾ, നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ശാന്തത എന്നിവ എങ്ങനെ നിർമ്മിച്ചു എന്ന് അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ കാര്യങ്ങളിലൂടെ കടന്നുപോയി, പക്ഷേ ജീവിതം നിങ്ങളെ കഠിനമാക്കാൻ നിങ്ങൾ അനുവദിച്ചില്ല. പകരം അത് നിങ്ങൾക്ക് വ്യക്തത നൽകി. ആ സന്തുലിതാവസ്ഥ അവരെ ആകർഷിക്കുന്നു. കാരണം നിങ്ങൾ കരുതുമ്പോൾ അത് മനഃപൂർവ്വമാണ്. നിങ്ങൾ താമസിക്കുമ്പോൾ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാൻ ഭയപ്പെടുന്നതുകൊണ്ടല്ല. ആ ശക്തിയിലേക്ക് അവർ ആകർഷിക്കപ്പെടുന്നു. അതവരെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്നു, ഓടാൻ പ്രേരിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം അവരോട് പറയുന്നു, എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, പക്ഷേ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുന്നു. ആ തിരഞ്ഞെടുപ്പാണ് എല്ലാം അർത്ഥമാക്കുന്നത്. അത് നിങ്ങളുടെ വാത്സല്യത്തെ ആത്മാർത്ഥമായി തോന്നിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കുന്നതായി തോന്നിപ്പിക്കുന്നു. അത് നിങ്ങളുടെ പ്രണയത്തെ വിലപ്പെട്ടതായി തോന്നിപ്പിക്കുന്നു. നിങ്ങൾ അവരെ മുറുകെ പിടിക്കുന്നതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളങ്ങനെ ചെയ്യേണ്ടതില്ലാത്തതുകൊണ്ടാണ് അവർ ഭ്രാന്തമായി പ്രണയിക്കലാകുന്നത്. സ്നേഹം സ്വതന്ത്രമായിരിക്കാമെന്നും ഇപ്പോഴും ആഴത്തിൽ പ്രതിബദ്ധതയുള്ളതും ശക്തവും ഇപ്പോഴും സൗമ്യവുമാണെന്ന് നിങ്ങൾ അവരെ കാണിക്കുന്നു. 5. നിങ്ങൾ കളികളില്ലാതെ സ്നേഹിക്കുന്നു. അവരുടെ പ്രണയത്തെ യഥാർത്ഥത്തിൽ ഭ്രാന്തമായി തോന്നിപ്പിക്കുന്നത് അത് നിങ്ങളുമായി എത്രത്തോളം സുരക്ഷിതമാണെന്ന് തോന്നുന്നു എന്നതാണ്. കാരണം നിങ്ങളുടെ കാര്യത്തിൽ സ്നേഹം കുഴപ്പമുണ്ടാക്കുന്നില്ല. നിങ്ങൾ മിശ്ര സിഗ്നലുകൾ അയക്കുന്നില്ല. നിഗൂഢത സൃഷ്ടിക്കാൻ നിങ്ങൾ അപ്രത്യക്ഷമാകുന്നില്ല. നിങ്ങൾ നിശബ്ദതയെ ശക്തിയായി ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ കരുതുമ്പോൾ അത് കാണിക്കുന്നു. എന്തെങ്കിലും വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾ സൗമ്യമായി സംസാരിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുമ്പോൾ നിങ്ങളത് സത്യസന്ധമായി ചെയ്യുന്നു. പ്രായം കുറഞ്ഞ ഒരാൾക്ക് ആ വ്യക്തത അപൂർവമായി തോന്നുന്നു. സ്നേഹം ഒരു കളിയായി ഉപയോഗിക്കുന്നത്, സ്നേഹം നൽകുകയും എടുത്തുകളയുകയും വികാരങ്ങൾ ലിവറേജ് പോലെ പരിഗണിക്കുന്നത് അവർ കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങളോടൊപ്പം സ്നേഹം സ്ഥിരമായി തോന്നുന്നു. അവർ എവിടെയാണെന്നവർക്കറിയാം. അവർക്ക് നിങ്ങളുടെ വികാരങ്ങൾ ഊഹിക്കേണ്ടതില്ല.
അവർക്ക് അടിസ്ഥാന ബഹുമാനം നേടേണ്ടതില്ല. നിങ്ങളുടെ പ്രണയം പക്വവും യഥാർത്ഥവും ഉദ്ദേശപൂർവവുമായി തോന്നുന്നു. അതുകൊണ്ടാണ് അവരുടെ അടുപ്പം ഇത്ര ആഴത്തിൽ തോന്നുന്നത്. കാരണം അവർ നാടകത്തോട് പ്രണയിക്കുന്നില്ല, അവർ സമാധാനത്തോട് പ്രണയിക്കുന്നു. അവർ നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുന്നു. അവർ നിങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുന്നു. നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അത് യഥാർത്ഥമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അത്തരം സ്നേഹം ഉച്ചത്തിൽ അനുഭവപ്പെടുന്നില്ല, അത് ഉറപ്പാണെന്ന് തോന്നുന്നു. ഉറപ്പ് എന്നത് ഒരു ഇളയ ഹൃദയം മുറുകെ പിടിക്കുന്ന ഒന്നാണ്, കാരണം അത് ഒടുവിൽ അപ്രത്യക്ഷമാകാത്ത ഒന്നായി തോന്നുന്നു. പതുക്കെ ശ്വാസമെടുക്കുക. ഈ കഥ പരിചിതമായി തോന്നിയെങ്കിൽ അത് നിങ്ങൾ സ്വയം കാണാൻ പോലും കഴിയാത്ത വിധത്തിൽ ആരെങ്കിലും നിങ്ങളെ കാണുന്നതുകൊണ്ടാണ്. നിങ്ങളുടെ ശാന്തത, നിങ്ങളുടെ സത്യസന്ധത, നിങ്ങളുടെ വൈകാരിക ആഴം. പ്രായമോ സമയമോ കാരണം നിങ്ങൾ പ്രണയത്തെ ആകർഷിക്കുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന രീതി കൊണ്ടാണ് നിങ്ങൾ അതിനെ ആകർഷിക്കുന്നത്. പ്രായം കുറഞ്ഞ ഒരാൾ നിങ്ങളോട് ഭ്രാന്തമായി പ്രണയിക്കുകയാണെങ്കിൽ അതൊരാകസ്മികതയല്ല. അത് ഒരാളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന സുരക്ഷ, വ്യക്തത, ഊഷ്മളത എന്നിവയുടെ പ്രതിഫലനമാണ്. ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് വിവരിക്കുന്ന ഒരു വാക്കോ വാചകമോ കമന്റുകളിൽ എഴുതുക. കണ്ടു, മനസ്സിലാക്കി, വിലമതിക്കപ്പെട്ടു, സമാധാനപരമായി തിരഞ്ഞെടുത്തു. നിങ്ങളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് അവരുടെ സ്നേഹം ഇത്ര യഥാർത്ഥമായി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സഹായിച്ചേക്കാം. വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക. പ്രണയം, ബന്ധം, രോഗശാന്തി എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ ശാന്തവും വൈകാരികവുമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾ അറിയുന്നതിനേക്കാൾ പ്രധാനമാണ്.